ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിത് വേറെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ABS നോൺ ABSനെ പറ്റി സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ABS വണ്ടി എടുക്കണം, നോൺ ABS വണ്ടി എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈവൻ ഞാൻ ഈ ഒരു R15V3 വേർഷൻ 1ലേക്ക് വന്നപ്പോൾ R15V3ലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ABS വേണോ നോൺ ABS വേണോ. ഞാനതിൻ്റെ മുന്നേ യൂസ് ചെയ്തത് KTMൻ്റെ RC200 ആണ്. അത് BS3 വണ്ടിയാണ്. BS3 വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന് ABS വന്നിട്ടില്ലായിരുന്നു ആ ടൈമിൽ കേട്ടോ. അപ്പോൾ ഞാനത് ഓടിച്ച് ഞാനൊന്ന് സെറ്റായതാണ്. ഞാൻ ഒരു പൾസർ 150 കൊണ്ടുവരുന്ന ആളാണ്. അവിടുന്ന് ഡയറക്റ്റ് ഞാൻ ഈ ഒരു KTM RC-ലേക്കാണ് കയറിയത്. പിന്നെ പൾസറും ഈ പറഞ്ഞ മാതിരി നോൺ ABS വണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നോൺ ABS വണ്ടിയിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു KTM എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ ഒരു R15ലേക്ക് ഇറങ്ങണം എന്ന് തോന്നിയപ്പോൾ ഞാൻ തപ്പിയത് നോൺ ABS വണ്ടി തന്നെയാണ്. എനിക്ക് ABSനോട് അന്നൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അന്ന് കുറച്ച് കുരുത്തക്കടകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റോപ്പ് അടിക്കുക, മറ്റേ അങ്ങനത്തെ സ്കിഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് നോൺ ABS വണ്ടികളിൽ വർക്ക് ചെയ്യില്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു നോൺ ABS തന്നെ തപ്പേണ്ടി വന്നു. അങ്ങനെ എടുത്താണ് ഈ ഒരു മുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്താ വെച്ചാൽ സേഫ്റ്റിയുടെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ABS നോൺ ABSനാടി കുറച്ചും കൂടി മെയിൻ്റനൻസ് കൂടുതലാണ്. പിന്നെ ABSന് സേഫ്റ്റി കുറച്ചും കൂടി കൂടുതലാണ് ഈ ഒരു നോൺ ABSന് വെച്ച് നോക്കുമ്പോൾ. വെച്ചാൽ ബ്രേക്കിംഗ് തന്നെയാണ്. നമ്മൾ ഇത് ഫുൾ കംപ്ലീറ്റ്ലി എൻ്റെ ബൈക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാനുവലാണ്. നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് വണ്ടി ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ABS വണ്ടികൾ അങ്ങനെയല്ല. ABS വണ്ടികളിൽ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്പീഡിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ഒന്ന് സെറ്റാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഈ ഒരു നോൺ ABSൽ വരുന്ന മാതിരിയുള്ള സിമ്പിളായിട്ടുള്ള വയറിങ്ങോ, അല്ലെങ്കിൽ വയറിങ് തീരെ നോൺ ABSന് വരുന്നില്ല. സിമ്പിളായിട്ടുള്ള കണക്ഷൻസോ കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിബറിന്ന് ഡയറക്റ്റ് മറ്റേ താഴത്തുള്ള എന്താ പറയുക MC കിറ്റിലേക്ക്, മാസ്റ്റർ സെൻറ്റർ കിറ്റിലേക്ക് അങ്ങനെ പോവുകയാണ്. മുകളിലുള്ള മാസ്റ്റർ സെൻറ്റർ കിറ്റിൽ നിന്ന് നേരെ കാലിബർ കിറ്റിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു 3 ഐറ്റംസ് അതിന് വരുന്നുള്ളൂ. ഈ ഒരു ബ്രേക്ക് നമ്മൾ എവിടെയാണോ ലിവർ ചെയ്യുന്നത്, എവിടെയാണോ ബ്രേക്ക് അപ്ലൈ ആവുന്നത് ആ ഒരു സ്ഥലം, പിന്നെ അതിനിടയ്ക്കുള്ള ആ ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള കേബിൾ, ഈ ഒരു 3 സാധനങ്ങളെ ഇതിന് വരുന്നുള്ളൂ ഈ ഒരു നോൺ ABS വേർഷന്. ഇനിയിപ്പോൾ ABSന് വരികയാണെങ്കിൽ ഒരു ABS മൊഡ്യൂൾ വരുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് പാർട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ABS വണ്ടികൾ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അത് ഈ ഒരു ABS മൊഡ്യൂൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ABS വണ്ടികളുടെ മുകളിൽ ഡിസ്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ വേറൊരു ചെറിയ കുഞ്ഞ് ഡിസ്ക് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈൻസും ഉണ്ടാവും കുറേ അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സെൻസറും ഉണ്ടാവും. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS വരുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു സെൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ABS നോൺ ABSും പിക്ചർ സെർച്ച് ചെയ്താൽ ഞാൻ മനസ്സിലാവും. നിങ്ങൾക്ക് ആ ഒരൊറ്റ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ആ ഒരു ഡിസ്ക് നിങ്ങൾ ഒരൊറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും വണ്ടീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ABS ആണോ നോൺ ABS ആണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഡിസ്ക് വരുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ABS വണ്ടി ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ABS വേണോ നോൺ ABS വേണോ എന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ ഇതിന് മുന്നേയും ബൈക്കൊക്കെ ഒരുപാട് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഒരു ബിഗിനർ അല്ല, അത്യാവശ്യം ബൈക്ക് ഓടിക്കാൻ അറിയാം. ഡ്രം ബ്രേക്ക് ആവട്ടെ, നിങ്ങൾ യൂസ് ചെയ്ത് ഒരു ഐഡിയ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രം ബ്രേക്കും ഈ ഒരു ഡിസ്ക് ബ്രേക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വേറെ കാര്യം. നമുക്കിത് ഇങ്ങനത്തെ പഴയ FZലൊക്കെ വരുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുമാണ്. ഡ്രം ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു സോഫ്റ്റാണ്. മീൻസ് അത്രയ്ക്ക് ഒരു അഗ്രസീവായിട്ടുള്ള ബ്രേക്കല്ല ഈ ഒരു ഡ്രം ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം. നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ബ്രേക്ക് പിടിച്ചാലും കുറേയൊക്കെ സേഫാണ്. എന്നാലും ആവശ്യത്തിന് നല്ല ചവിട്ടിയാൽ സ്റ്റക്കായി അവിടെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഡിസ്കിലേക്ക് വരാം. ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉള്ള, മീൻസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് അവിടെ കടിച്ച് പിടിച്ച് നിൽക്കും. നല്ല ബൈറ്റുള്ള ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ മോട്ടോർ സൈക്കിൾസിനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കയറിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ടൊന്ന് നീക്കി നോക്കിയാൽ മനസ്സിലാവും വണ്ടി ഒട്ടും അനങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ പിടിച്ച് കിടക്കും. അപ്പോൾ ടയർ സ്റ്റക്കായി അവിടെ നിൽക്കും. അപ്പോൾ അതാണ് ഈ ഒരു നോൺ ABS വണ്ടികളിൽ രണ്ടിലും ABS വണ്ടിയിലാണെങ്കിലും നിങ്ങളിപ്പോൾ പിടിച്ചിട്ട് നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു നോൺ ABS വണ്ടിയിൽ എങ്ങനെ വെച്ചാൽ ഈ ഒരു ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈമ കൊടുക്കുന്ന പ്രഷർ എത്രയാണോ, നമ്മൾ ഈ ഒരു 2 ഫിംഗേഴ്സിൽ അല്ലെങ്കിൽ ഒരു 4 ഫിംഗേഴ്സിൽ കൊടുക്കുന്ന പ്രഷർ എത്രയാണോ ആ ഒരു പ്രഷറിനനുസരിച്ചിട്ടാണ് ഈ ഡിസ്കിന് മുകളിലേക്ക് പോകുന്നത്. നമുക്ക് അവിടെ നിർത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിഗിനറാണ്, ഈ ഒരു ഡിസ്കുള്ള വണ്ടികൾ ഓടിച്ച് പരിചയമില്ല, പെട്ടെന്നൊരു വണ്ടി ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ മുന്നിലുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ടയർ അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സ്പീഡ് പോകുമ്പോൾ പെട്ടെന്ന് ടയറും സ്റ്റക്കായി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത്. സ്കിഡാവും, വീഴും, ചിലപ്പം ബാക്കൊക്കെ പൊന്തി മറിഞ്ഞിട്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ
അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ABS എന്ന് പറഞ്ഞ സംഭവം വന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് പിടിക്കുമ്പോൾ ഈ ഒരു ABS മോഡ്യൂളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ഈ ഫ്രണ്ടത്തെ വീല് സ്പിൻ ചെയ്യുമല്ലോ, ആ സ്പിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഡിസ്കിൻ്റെ താഴത്തായിട്ട് ഇത്ര എളുപ്പമുള്ള ഡിസ്ക്കാണ്, അതിൻ്റെ താഴത്തായിട്ട് ഇത്ര ചെറിയ കുഞ്ഞ് ഡിസ്ക് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സെൻസറുണ്ട്. ആ സെൻസർ സ്പീഡ് സെൻസ് ചെയ്യും, ഇത്ര സ്പീഡിലാണ് ഈ ചങ്ങായി ഇത്രയ്ക്കും ബ്രേക്ക് പിടിച്ചതെന്ന് പറഞ്ഞിട്ട്. ECU എടുക്കുമ്പോൾ ECU അവിടെ അതിനുള്ളിലൊരു മോട്ടറുണ്ട്, ഈ ഒരു ABS മോഡ്യൂളിനുള്ളിൽ. ആ മോട്ടറിനുള്ളിൽ നിന്ന് ആ മോട്ടറിലേക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ട് ആ മോട്ടർ വർക്ക് ചെയ്യും. അങ്ങനെ ആ മോട്ടർ തിരിച്ച് പമ്പ് ചെയ്യുന്നതാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് നമുക്ക് റിട്ടേൺ തരുന്നൊരു ഫീലുണ്ട്. നമ്മൾ ഓവറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ബ്രേക്ക് തിരിച്ച് നമ്മളോട് ഇങ്ങനെ തട്ടും, ആ ഒരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ ആ ബ്രേക്ക് അവിടെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി സ്കിഡ് ആവാണ്ട്, ഇനി അഥവാ വണ്ടി സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് സഡനായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ പറഞ്ഞ ABS മോഡ്യൂളിലുണ്ട്. ABS അപ്പോൾ ചില ആക്സിഡൻറ്റ്സ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ടയറൊക്കെ മോശം ടയറാണ്, നിങ്ങളിങ്ങനെ ഒരു മഴയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേമാതിരി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് സഡൻ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കൂടി വണ്ടി ആ ഒരു സ്പീഡിനനുസരിച്ച് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതാണ് ABS മോഡ്യൂൾ. അപ്പോൾ നോൺ ABS മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചേ പടി അവിടെ തന്നെ മറിഞ്ഞിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നോൺ ABSലാവുമ്പോൾ ABSലാവുമ്പോൾ ഈ ഒരു ABS മോഡ്യൂൾ സെൻസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ബൈറ്റ് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ABS എടുക്കണോ നോൺ ABS എടുക്കണോ എന്നുള്ള ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.